മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ 9 റൺസിന് തോറ്റെങ്കിലും തളരാത്ത പോരാട്ട വീര്യം കാഴ്ചവെച്ച പഞ്ചാബ് കിങ്സിന്റെ അപകടകാരിയായ ബാറ്റർ അശുതോഷ് ശർമ്മയുടെ കളി കണ്ടവരാരും മറക്കാനിടയില്ല. മുംബൈ ബൗളർമാർ അരങ്ങ് വാഴുമ്പോഴാണ് 25-കാരൻ ക്രീസിലെത്തുന്നത്. വിജയം മുംബൈ കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് ഏവരും നിശ്ചയിച്ചുറപ്പിച്ച നിമിഷങ്ങൾ. 77-ന് 6 എന്ന നിലയിൽ 10-ാം ഓവറിൽ ജിതേഷ് ശർമ്മ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയപ്പോഴാണ് അശുതോഷ് ശർമ്മ ക്രീസിലെത്തുന്നത്. നേരിട്ട 2-ാം പന്തിൽ തന്നെ സിക്സറിന് തൂക്കി. തുടർന്ന് അങ്ങോട്ട് അശുതോഷിന്റെ ആറാട്ടായിരുന്നു. 6 തവണ കൂടി സിക്സർ, 2 4 ഉൾപ്പെടെ 28 പന്തിൽ 61 റൺസ് നേടിയതോടെ പഞ്ചാബ് വിജയത്തിന് അടുത്തെത്തിയെന്ന് തോന്നിച്ചു. എന്നാൽ ജെറാൾഡ് കോട്സിയുടെ പന്തിൽ ഷോട്ടിന് ശ്രമിച്ച മുഹമ്മദ് നബിയുടെ കയ്യിൽ അവസാനിച്ചതോടെയാണ് മുംബൈ മത്സരത്തിലേക്ക് തിരിച്ചു വന്നത്. PBKസിനെ വിജയത്തോടടുപ്പിച്ച അശുതോഷ് 217.86 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് റൺസുകൾ അടിച്ചുകൂട്ടിയത്. ഇതോടെ 4 മത്സരങ്ങളിൽ നിന്ന് 156 റൺസായി. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മിന്നുന്ന വിജയം പൂർത്തിയാക്കാൻ ശശാങ്ക് സിംഗുമായി ഉജ്ജ്വല കൂട്ടുകെട്ടുണ്ടാക്കിയ താരം വമ്പൻ ഷോട്ടുകൾ അടിക്കാനുള്ള മിടുക്ക് വീണ്ടും തെളിയിക്കുകയായിരുന്നു. തന്റെ കരിയർ എവിടേക്കാണ് പോകുന്നതെന്ന് വ്യക്തമല്ലാതെ ആകെ തകർന്ന ഒരു കാലം അശുതോഷിനുണ്ടായിരുന്നു. 2020 മുതൽ 2022 വരെ അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. അന്നത്തെ മധ്യപ്രദേശ് ഹെഡ് കോച്ചായ ചന്ദ്രകാന്ത് പണ്ഡിറ്റുമായി താരം വഴക്കിലായിരുന്നു. താൻ ജിമ്മിൽ പോയ ശേഷം ഹോട്ടൽ മുറിയിലേക്ക് പോകും. വളരെ വലിയ വിഷാദത്തിലേക്ക് മുങ്ങുകയായിരുന്നു. തന്റെ തെറ്റെന്താണെന്ന് ആരും തന്നോട് പറഞ്ഞില്ല. ഒരു പുതിയ പരിശീലകൻ മധ്യപ്രദേശിൽ നിന്ന് ചേർന്നു. അദ്ദേഹത്തിന് വലിയ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടായിരുന്നു. ട്രയൽ മത്സരത്തിൽ 45 പന്തിൽ 90 റൺസ് നേടിയിട്ടും തന്നെ ടീമിൽ നിന്ന് പുറത്താക്കിയതായും പറഞ്ഞിട്ടുള്ള അശുതോഷ് തന്റെ ഇരുണ്ട കാലം മുമ്പ് അനുസ്മരിച്ചത് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കളിയിൽ ത്രില്ലറിൽ 9 റൺസിന്റെ ജയമാണ് മുംബൈ സ്വന്തമാക്കിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ മുംബൈ 7 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസാണ് അടിച്ചെടുത്തത്. 53 പന്തിൽ 78 റൺസ് നേടിയ സൂര്യകുമാർ യാദവാണ് ടീമിനെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. മറുപടി ബാറ്റിംഗിൽ പഞ്ചാബ് 19.1 ഓവറിൽ 183-ന് എല്ലാവരും പുറത്തായി. 3 വിക്കറ്റ് വീതം നേടിയ ജസ്പ്രീത് ബുംറ, ജെറാൾഡ് കോട്സി എന്നിവരാണ് പഞ്ചാബിനെ ഒതുക്കിയത്. ജയിച്ചെങ്കിലും മുംബൈ 7-ാം സ്ഥാനത്താണ്. 7 മത്സരങ്ങളിൽ 6 പോയിന്റാണ് അവർക്കുള്ളത്. പഞ്ചാബ് 9-ാമതാണ്. എന്നാൽ വൻ തകർച്ചയോടായിരുന്നു പഞ്ചാബിന്റെ തുടക്കം. 14 റൺസിനിടെ അവർക്ക് 4 വിക്കറ്റുകളാണ് നഷ്ടമായത്. പ്രഭ്സിമ്രാൻ സിംഗ്, റീലി റൂസോ, സാം കറൻ, ലിയോ ലിവിങ്സ്റ്റൺ എന്നിവർ വന്നതുപോലെ മടങ്ങി. ഹർപ്രീത് സിംഗ് ഭാട്ടിയ, ജിതേഷ് ശർമ്മ എന്നിവർ കൂടി മടങ്ങിയതോടെ പഞ്ചാബ് 6-ന് 77 എന്ന നിലയിലായി. അവിടെ നിന്ന് അവിശ്വസനീയമായിട്ടാണ് ടീം തിരിച്ചു വന്നത്. ശശാങ്ക് സിംഗ്, അശുതോഷ് വർമ്മ എന്നിവരുടെ ഇന്നിംഗ്സിൽ പഞ്ചാബിന് പ്രതീക്ഷ നൽകി. ശശാങ്ക് മടങ്ങിയെങ്കിലും അശുതോഷ് തുടർന്നു. ഹർപ്രീത് ബ്രാറിനൊപ്പം 57 റൺസാണ് താരം ചേർന്നത്. എന്നാൽ 18-ാം ഓവറിന്റെ ആദ്യ പന്തിൽ താരം പുറത്തായതോടെ പഞ്ചാബിന്റെ പ്രതീക്ഷ അവസാനിച്ചു. ബ്രാറിന് തോൽവി ഭാരം കുറയ്ക്കാനാണ് സാധിച്ചത്. കഗിസോ റബാദയാണ് പുറത്തായ മറ്റൊരു താരം. ഹർഷൽ പട്ടേൽ പുറത്താവാതെ നിന്നു. നേരത്തെ മുംബൈക്ക് തുടക്കത്തിൽ തന്നെ ഇഷാൻ കിഷന്റെ വിക്കറ്റ് നഷ്ടമായിരുന്നു. 3-ാം ഓവറിൽ കഗിസോ റബാദയുടെ പന്തിൽ ഹർപ്രീത് ബ്രാറിന് ക്യാച്ച്. അപ്പോൾ സ്കോർ ബോർഡിൽ 18 റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് രോഹിത് ശർമ്മ, സൂര്യ സഖ്യം 81 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ 12-ാം ഓവറിൽ രോഹിത്തിനെ പുറത്താക്കി കരൺ പഞ്ചാബിന് ബ്രേക്ക് ത്രൂ നൽകി. പിന്നീട് തിലക് വർമ്മ, സൂര്യ സഖ്യം 49 റൺസ് കൂടി ചേർത്തു. 17-ാം ഓവറിൽ സൂര്യയും കരന്റെ മുന്നിൽ കീഴടങ്ങി. 3 സിക്സറും 7 4ഉം ഉൾപ്പെടെയായിരുന്നു സൂര്യയുടെ ഇന്നിംഗ്സ്. ഹർദിക് പാണ്ഡ്യയെ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. ടീം ഡേവിഡ് 7 പന്തിൽ 14 റൺസുമായാണ് മടങ്ങിയത്. റൊമാരിയോ ഷെഫേർഡിന് 1 റൺസ് എടുക്കാനാണ് സാധിച്ചത്. അവസാന പന്തിൽ മുഹമ്മദ് നബി റൺഔട്ടുമായി. തിലക് വർമ്മ 18 പന്തിൽ 34 റൺസുമായി പുറത്താവാതെ നിന്നു. പഞ്ചാബിനു വേണ്ടി ഹർഷൽ പട്ടേൽ 3ഉം ക്യാപ്റ്റൻ സാം കറൻ 2 വിക്കറ്റും വീഴ്ത്തിയിരുന്നു. അതേസമയം മുൻ സീസണിലെ മുഷ്താഖ് അലി ട്രോഫിയിൽ 6 മത്സരങ്ങളിൽ അശുതോഷ് ശർമ്മയ്ക്ക് 3 അർദ്ധ സെഞ്ചുറികളോടുണ്ടായിരുന്നു. എന്നിട്ടും അശുതോഷിനെ ഗ്രൗണ്ടിലേക്ക് പോലും പോകാൻ അനുവദിച്ചില്ല. ഇതോടെ താൻ വളരെ വിഷാദത്തിലായിരുന്നുവെന്നും 25-കാരനായ അശുതോഷ് ശർമ്മ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആ സമയത്ത് റെയിൽവേയിൽ നിന്നുള്ള ഒരു ജോലി വാഗ്ദാനമായിരുന്നു രക്ഷയായതെന്നും അശുതോഷ് പറഞ്ഞു. 2023-ലെ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അരുണാചലിനെതിരെ വെറും 11 പന്തിൽ 50 റൺസ് നേടിയ യുവരാജ് സിംഗിന്റെ ഏറ്റവും വേഗതയേറിയ T20 അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡിനൊപ്പം എത്തി.
അതാണ് പഞ്ചാബ് കിങ്സിന്റെ ബാറ്റിംഗ് കോച്ച് സഞ്ജയ് ബംഗറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. IPL 2024 മുന്നോടിയായുള്ള ലേലത്തിൽ പഞ്ചാബ് കിങ്സ് 20 ലക്ഷം രൂപ അടിസ്ഥാന വിലയ്ക്ക് അദ്ദേഹത്തെ ടീമിലെടുക്കുകയായിരുന്നു.